ആർട്ടിക് മഞ്ഞുമലകൾക്ക് മുകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഗ്രീൻലാൻഡിനായി വലവിരിച്ച അമേരിക്ക എന്ന ആഗോള ശക്തിയുടെ കണ്ണുകൾ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നീല ജലാശയങ്ങളിലേക്ക് പതിഞ്ഞിരിക്കുന്നു. ലോകം ഒരു ചെകുത്താൻ എന്ന പോലെ ഭയക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വിശപ്പ് അടങ്ങുന്നില്ല എന്നതിന്റെ തെളിവാണ് ഡീഗോ ഗാർഷിയെ ചൊല്ലിയുള്ള പുതിയ തർക്കങ്ങൾ. സ്വന്തം ലാഭത്തിനായി ഏതൊരു സഖ്യകക്ഷിയെയും തള്ളി പറയാനും ഏത് അന്താരാഷ്ട്ര നിയമത്തെയും കാൽ കീഴിലാക്കാനും മടിക്കാത്ത ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിലെ ഭീതിജനകമായ ഒരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഗ്രീൻലൻഡ് ഒരു തുടക്കം മാത്രമായിരുന്നുവെന്നും തന്ത്രപ്രധാനമായ ഓരോ മണ്ണും തങ്ങളുടെ കാൽ കീഴിലാക്കുക എന്ന ക്രൂരമായ ലക്ഷ്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത് എന്നും ഈ നീക്കങ്ങൾ അടിവരയിടുന്നു. വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഡീഗോ ഗാർഷിയെയും ഗ്രീൻലാൻഡിനെയും ചേർത്ത് വെച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ സൈനിക താവളമായ ഡീഗോ ഗാർഷിയുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ ട്രംപ് ശക്തമായി എതിർക്കുന്നതോടെയാണ് ഈ പ്രതിസന്ധി ആരംഭിച്ചത്. ഗ്രീൻലൻഡ് വിലയ്ക്ക് വാങ്ങാനുള്ള തന്റെ പഴയ താല്പര്യം വീണ്ടും സജീവമാക്കിയ ട്രംപ് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ ദ്വീപുകൾ വിട്ടു നൽകുന്നത് ദുർബലതയുടെ ലക്ഷണമാണെന്ന് വാദിക്കുന്നു. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മൗറീഷ്യസിന് ഡീഗോ ഗാർഷ്യ കൈമാറുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇത് മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പക്ഷം. ഗ്രീൻലൻഡ് സ്വന്തമാക്കാനുള്ള നീക്കത്തെ വെറും ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടായിട്ടല്ല, മറിച്ച് ആർട്ടിക് മേഖലയിലെ റഷ്യൻ ചൈനീസ് സാന്നിധ്യത്തെ പ്രതിരോധിക്കാനുള്ള ആയുധമായാണ് ട്രംപ് കാണുന്നത്. ഡീഗോ ഗാർഷ്യ മൗറീഷ്യസിന് നൽകുന്നതിനെതിരെ ലണ്ടനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോടൊപ്പം തന്നെ ഗ്രീൻലൻഡ് വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഡെൻമാർക്കിനെതിരെ വ്യാപാര നികുതികൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഈ നീക്കം നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ആർട്ടിക് രാഷ്ട്രീയത്തെയും ഒരേ സമയം ബാധിക്കുന്ന ഈ ഇരട്ട നീക്കം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൗറീഷ്യസിന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചും ട്രംപിന്റെ ഈ കടുംപിടുത്തം നിറഞ്ഞ നിലപാട് വലിയ നയതന്ത്ര വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായി അകന്നു നിൽക്കുന്ന രണ്ട് മേഖലകളെ തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂടെ ഒന്നിപ്പിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഡീഗോ ഗാർഷ്യ വിട്ടു നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടർന്നു പോരുന്ന സൈനിക സുരക്ഷാ സഹകരണത്തിന് മേൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ട്രംപ് അടിച്ചേൽപ്പിക്കുമ്പോൾ ലണ്ടനിലെ ലേബർ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് മൗറീഷ്യസിന് ദ്വീപ സമൂഹം കൈമാറാൻ ബ്രിട്ടൻ ബാധ്യസ്ഥരാണ് എങ്കിലും ട്രംപിന്റെ എതിർപ്പ് മറികടന്ന് മുന്നോട്ട് പോയാൽ അത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തെ തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി ഭീഷണികൾ ലണ്ടനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഘടകം തന്നെയാണ്. ഈ തർക്കം കേവലം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമായിട്ട് ഒതുങ്ങുന്നില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൗറീഷ്യസിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അമേരിക്ക ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ്. ചൈനീസ് സ്വാധീനം തടയാൻ എന്ന പേരിൽ ട്രംപ് നടത്തുന്ന ഈ നീക്കം യഥാർത്ഥത്തിൽ മേഖലയിലെ പ്രാദേശിക ശക്തികളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമാർക്ക് തന്റെ വിദേശ നയവും അമേരിക്കയുമായുള്ള സൗഹൃദവും ഒരേപോലെ സംരക്ഷിക്കേണ്ടി വരുന്നത് വലിയൊരു നയതന്ത്ര പരീക്ഷണമായിട്ട് മാറിയിരിക്കുന്നു. ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിലെ ഐക്യത്തിന് മേൽ അമേരിക്കൻ താല്പര്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ ചേരിതിരിവുകൾക്കും കാരണമായേക്കാമെന്ന നിഗമനങ്ങളും വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന് ഈ ദ്വീപിനോട് ഇത്രയധികം താല്പര്യം തോന്നാൻ എന്തായിരിക്കും കാരണമെന്നല്ലേ? പ്രധാനമായും സൈനികവും തന്ത്രപരവുമായ 4 കാരണങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും അതുപോലെ കപ്പലുകൾക്കും വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരാനാകും. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിലും അടുത്തിടെ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിലും ഈ താവളം അമേരിക്കയുടെ പ്രധാന താവളമായിട്ട് വർത്തിച്ചിട്ടുമുണ്ട്.
രണ്ടാമതായി ചൈനയുടെ വളർച്ചയെ തടയുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ്വീപിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുകയാണെങ്കിൽ ഭാവിയിൽ ചൈനയ്ക്ക് അവിടെ സ്വാധീനം ലഭിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. മൗറീഷ്യസിന് ചൈനയുമായി അടുത്ത ബന്ധമുണ്ട് എന്നും ചൈനീസ് നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ വർദ്ധിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. മറ്റൊരു കാരണം കംപ്ലീറ്റ് കൺട്രോൾ അഥവാ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ട്രംപിന്റെ നയവും അതുപോലെ തന്നെ പിടിവാശിയുമാണ്. നിലവിൽ 99 വർഷത്തെ പാട്ടത്തിനാണ് അമേരിക്ക ഈ താവളം ഉപയോഗിക്കുന്നത്. എന്നാൽ വെറും ഒരു പാട്ടക്കാരനായി തുടരുന്നത് അമേരിക്കയുടെ ശക്തി കുറയ്ക്കുമെന്നും ആധിപത്യം ഉറപ്പിക്കാൻ ദ്വീപിന്റെ മേൽ പൂർണ്ണ അധികാരം വേണമെന്നുമാണ് ട്രംപിന്റെ വാദം. ബ്രിട്ടൻ ഈ ദ്വീപ് വിട്ടു നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പതനമായിട്ടും അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അവസാന കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻലൻഡ് സ്വന്തമാക്കാനുള്ള നീക്കത്തിന് ഒരു ന്യായീകരണം കണ്ടെത്താനാണ് അദ്ദേഹം ഡീഗോ ഗാർഷ്യയെ ഉപയോഗിക്കുന്നത് എന്ന കാര്യമാണ്. അതായത് തന്ത്രപ്രധാനമായ ദ്വീപുകൾ മറ്റ് രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നും അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കായി അമേരിക്ക ഗ്രീൻലാൻഡ് പോലുള്ള പുതിയ പ്രദേശങ്ങൾ സ്വന്തമാക്കണമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി തുടരാൻ ഇത്തരം തന്ത്രപ്രധാനമായ ദ്വീപുകളുടെ പൂർണ്ണ നിയന്ത്രണം അത്യാവശ്യമാണെന്ന ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ശൈലിയിലുള്ള നയം തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഡീഗോ ഗാർഷ്യ ഉൾപ്പെടുന്ന ചാഗോസ് ദ്വീപ് സമൂഹത്തിന് മേലുള്ള തങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ മൗറീഷ്യസ് വർഷങ്ങളായി നിയമപരവും നയതന്ത്രപരവുമായ പോരാട്ടത്തിലാണ്. 1960കളിൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുൻപ് ബ്രിട്ടൻ നിയമവിരുദ്ധമായി ഈ ദ്വീപുകളെ അടർത്തി മാറ്റിയെന്നാണ് മൗറീഷ്യസിന്റെ പ്രധാന വാദം. ചരിത്രമാണ് കേട്ടോ പറയുന്നത്. ഈ പോരാട്ടത്തിൽ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2019 അന്താരാഷ്ട്ര നീതിന്യായ കോടതി മൗറീഷ്യസിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. ബ്രിട്ടൻ ചാഗോസ് ദ്വീപുകൾ കൈവശം വെച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും എത്രയും വേഗം അത് മൗറീഷ്യസിന് വിട്ടു നൽകണമെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലും ബ്രിട്ടനെതിരെ വലിയ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കിയിരുന്നു. ലോകത്തെ മിക്ക രാജ്യങ്ങളും മൗറീഷ്യസിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ UN നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് ഇതിനോടകം തന്നെ സംഭവിച്ച ഒരു കാര്യം, അതായത് രത്ന ചുരുക്കം. ഈ നിയമപരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് 2025 മെയ് മാസത്തിൽ ബ്രിട്ടൻ മൗറീഷ്യസുമായി ചരിത്രപരമായ ഒരു കരാറിൽ ഒപ്പിടുന്നത്. ഈ കരാർ പ്രകാരം ചാഗോസ് ദ്വീപുകളുടെ പൂർണ്ണമായ പരമാധികാരം മൗറീഷ്യസിന് ലഭിക്കും. എന്നാൽ ഒരു പ്രത്യേക വ്യവസ്ഥ എന്ന നിലയിൽ ഡീഗോ ഗാർഷ്യയിലെ സൈനിക താവളം അടുത്ത 99 വർഷത്തേക്ക് ബ്രിട്ടനും അമേരിക്കയ്ക്കും ഉപയോഗിക്കാൻ പാട്ടത്തിനും നൽകും. ഇത് മൗറീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയവുമായിരുന്നു. കാരണം സൈനിക താവളത്തിന്റെ പ്രവർത്തനം തടയാതെ തന്നെ തങ്ങളുടെ ഭൂമി തിരികെ ലഭിക്കുമെന്ന ഉറപ്പ് ഇതിലൂടെ അവർക്ക് ലഭിക്കുകയാണ്. കൂടാതെ പണ്ട് ദ്വീപുകളിൽ നിന്ന് നിർബന്ധപൂർവം കുടിയിറക്കപ്പെട്ട ചാഗോസ് വംശജർക്ക് ഡീഗോ ഗാർഷ്യ ഒഴികെയുള്ള ദ്വീപുകളിലേക്ക് മടങ്ങാനുള്ള അനുമതിയും ഈ കരാർ നൽകുന്നുണ്ട്. എന്നാൽ 2026 തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിനെതിരെ രംഗത്ത് വന്നതോടെ മൗറീഷ്യസ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥ. അന്താരാഷ്ട്ര കോടതിയുടെ വിധികൾക്കും UN തീരുമാനങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കുന്ന ട്രംപിന്റെ ശൈലി മൗറീഷ്യസിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മൗറീഷ്യസിന് ചൈനയുമായി സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ദ്വീപിന്റെ നിയന്ത്രണം അവർക്ക് നൽകുന്നത് അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുമെന്നുമാണ് ട്രംപിന്റെ പക്ഷം. ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ ബ്രിട്ടനെ നിർബന്ധിച്ചാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുകയും മൗറീഷ്യസിന്റെ ദശാബ്ദങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തെ അട്ടിമറിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയും ആഫ്രിക്കൻ യൂണിയനും മൗറീഷ്യസിന് പിന്തുണയുമായി വീണ്ടും സജീവമാകാൻ സാധ്യതയുമുണ്ട്. ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ തുടക്കം മുതൽ മൗറീഷ്യസിനൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ നിലപാട് കൂടി നമ്മൾ പറയണല്ലോ. ചാഗോസ് മൗറീഷ്യസിന്റെ ഭാഗമാണെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ഐക്യരാഷ്ട്രസഭയിൽ മൗറീഷ്യസിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൗറീഷ്യസ് ഒരു അടുത്ത സമുദ്ര സുഹൃത്താണ്. അവിടെ നടപ്പിലാക്കുന്ന $680 മില്യൺ വികസന പദ്ധതികൾ ഇന്ത്യയുടെ സാഗർ നയത്തിന്റെ ഭാഗം കൂടിയാണ്. അതായത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ദ റീജിയൻ. ബ്രിട്ടനും മൗറീഷ്യസും തമ്മിലുള്ള കരാറിനെ ഇന്ത്യ പിന്തുണച്ചത് അത് മേഖലയിലെ കൊളോണിയൽ തർക്കം പരിഹരിക്കുകയും ഒപ്പം ഡീഗോ ഗാർഷ്യയിലെ സുരക്ഷ നിലനിർത്തുകയും ചെയ്യും എന്നതിനാലാണ്. എന്നാൽ ട്രംപ് ഈ കരാറിനെ എതിർക്കുന്നത് ഇന്ത്യയെ ഒരു നയതന്ത്ര പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരേ സമയം അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുകയും എന്നാൽ മൗറീഷ്യസിന്റെ നീതിപൂർവമായ ആവശ്യത്തെ തള്ളിക്കളയാതിരിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യക്ക് മേൽ ഒരു വലിയ വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട്. എന്തായാലും പുതിയ ദ്വീപിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണെത്തുന്നത് അത്ര ഭൂഷണമായിരിക്കില്ല. ചൈനയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് വരെ കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം.
ഇതൊരു പ്രവചനം മാത്രമാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.